നല്ല നാടൻ പാവയ്ക്ക് കിട്ടിയപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാവും. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ ഒരു സ്നാക്ക് പോലെ ഇത് കഴിക്കുന്നത് കാണാൻ പറ്റും. 2 പാവയ്ക്ക ഞാനിതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്. അതിന് പകരം വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം പോരായെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം വേണ്ട. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് നേരത്തേക്ക് അനക്കണ്ട. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ, വളരെ ഇഷ്ടപ്പെടും.